പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ വലിയ വെല്ലുവിളിയായ ഈ കാലത്ത് ഉള്ള സ്ഥലത്ത് ഒരു സ്ഥലവും വേസ്റ്റാക്കാതെ കൃഷി നടത്തി മികച്ച വിളവെടുപ്പ് നേടിയിരിക്കുകയാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. സാധാരണ ഒരു ഗ്രാമപഞ്ചായത്തിൽ കാണുന്നത് പൂന്തോട്ടങ്ങളാണ്, കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പൂന്തോട്ടങ്ങളാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പച്ചക്കറി പൂന്തോട്ടം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നാൻ കാരണം എന്താ? അത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം 80,000-ഓളം പച്ചക്കറി തൈകൾ കർഷകരുടെ ഭവനങ്ങളിൽ എത്തിച്ച് നൽകിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ സ്ഥലത്തുമുള്ള പൂന്തോട്ടത്തിന് പകരം നമ്മൾ ചെറിയ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം നമ്മളിങ്ങനെ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ സ്മാർട്ട് കൃഷിഭവൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ചീര കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, ചീര മാത്രം. അത് ഇപ്രാവശ്യം ചെറിയ മാറ്റം വരുത്തി ചീരയും വഴുതിന അതുപോലെ തന്നെ പച്ചമുളക്, ഈ 3 ഇനങ്ങളാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. പൊതുവെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ വെച്ചാൽ ഇതുപോലൊരു കൃഷി തുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും അങ്ങ് ചെയ്യാറില്ല, പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എത്ര തവണയായി വിളവെടുപ്പ് നടക്കുന്നത്? ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കൃഷിഭവൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇത്തരം പദ്ധതി, പ്രത്യേകിച്ച് കൃഷി സമൃദ്ധി എന്നുള്ള പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ മുഴുവൻ സ്ഥലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി തരിശുഭൂമികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വികസനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതൊരു ബോധവൽക്കരണം കൂടിയാണ്. പഞ്ചായത്തിലേക്ക് കയറിയിരുന്ന ഓരോ ആളുകളും ഇത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ തരത്തിൽ വളരെ പരിമിതമായ സ്ഥലത്ത് വരെ ഇത്തരത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ചെറുതാഴം പഞ്ചായത്തിൽ നല്ല കാർഷിക പ്രാധാന്യമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ ഒരു കൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇതിനെ പരിപാലിച്ചവരെ തന്നെയാണ്. അവരെക്കുറിച്ച് പറയാം. നമ്മുടെ ചെറുതാഴം പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാർഷിക കർമ്മസേനയുണ്ട്. അതിലെ ഒരു 5ഓളം അംഗങ്ങൾ വളരെ സജീവമായിട്ട് നമ്മളെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്ന മിക്കവാറും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 80,000 പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചത് നമ്മുടെ ഈ കർമ്മസേന തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ സംരംഭങ്ങൾ ഇവർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കണം, ഒരു 5 സെൻറ്റ് പച്ചക്കറി തോട്ടം ഒരുക്കണമെങ്കിൽ അത് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം വരെ നമ്മുടെ കർമ്മസേനക്കാരുടെ അടുത്തുണ്ട്. മെഷീനറീസ് ഉണ്ട്. ഇവർ ഫീൽഡിൽ പോയി അവിടെ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കി അതിനെ പരിപാലിച്ച് അത് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പരിപാടികൾ വളരെ നല്ല രീതിയിൽ നല്ല സജീവമായിട്ട് ഇടപെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ കാർഷിക കർമ്മസേന. എന്തായാലും കൃഷി ചെയ്യാൻ സ്ഥലമില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.